കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി ഹരീന്ദ്രൻ. പാനൂരിൽ നിന്ന്, പാനൂരിൻ്റെ ഏരിയ സെക്രട്ടറിയായി ഏകദേശം 10 വർഷക്കാലം. നമ്മുടെ ഈ SFI എന്ന വിദ്യാർത്ഥി സംഘടന രൂപീകൃതമായിട്ട് അതിൻ്റെ 3ാമത്തെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഒരു 14കാരൻ പ്രതിനിധിയായി പങ്കെടുത്തായിരുന്നു. അത് ബീഹാറിലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 4 പതിറ്റാണ്ട് മുമ്പുള്ള കഥയാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഏതാണ്ട് 13 വയസ്സിൽ ബാലസംഘത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്നു. കേരളത്തിലെ ഏറ്റവും സംഘർഷം നിറഞ്ഞു നിന്നൊരു പ്രദേശമാണ് പാനൂർ. കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ പാനൂരാണ് ആളുകൾക്ക് ആദ്യം ഓർമ്മ വരിക. ആ പാനൂരിൽ ഏതാണ്ട് 10 വർഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ കാലഘട്ടം ഒരു മനുഷ്യന്, പൊതുപ്രവർത്തകൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. നിരവധി തവണ ഇദ്ദേഹത്തിന് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട്. ബോംബേറിൽ കാറൊക്കെ പൂർണ്ണമായും തകർന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം പാനൂർ മേഖലയിൽ നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിൻ്റെ ഫണ്ട് എന്തായാലും പറയുക, ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്, അതിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് 4.5 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം പി ഹരീന്ദ്രൻ. അപ്പോൾ ആ പൊതുപ്രവർത്തനം എങ്ങനെയാണ് രൂപപ്പെട്ടത്? പാനൂർ പോലുള്ളൊരു സ്ഥലത്ത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ. ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് എല്ലാം എളുപ്പമാണ്, ഒരു ഹൈടെക് യുഗമാണ്. കുറച്ച് യൂട്യൂബും കുറച്ച് നവമാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊതുപ്രവർത്തകർ ഹൈപ്പിച്ചിലേക്ക് എത്തുന്ന ഈ കാലത്ത് അന്ന് പ്രവർത്തിച്ചവരുടെ അനുഭവങ്ങൾ നമ്മൾ അറിയുന്നത് നല്ലതാണ്. പ്രേക്ഷകർക്കും ഒപ്പം പി ഹരീന്ദ്രനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പി ഹരീന്ദ്രൻ, ഞങ്ങൾ ഇത്തരം എപ്പിസോഡുകൾ ചെയ്യുന്നത് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് നിങ്ങളൊക്കെ നടത്തിയ പൊതുപ്രവർത്തനത്തിൻ്റെ ആ കാലഘട്ടം ശരിക്കറിയില്ല. ഇന്ന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അറിയാനുള്ള ശ്രമമാണ് സക്സസ് സ്റ്റോറി നടത്തുന്നത്. പാനൂരിലാണോ ജനിച്ചത്? ജനിച്ചത് പൂക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാനൂരിനടുത്ത പ്രദേശം. മാതാപിതാക്കൾ? അച്ഛൻ നാരായണൻ, അമ്മ കല്യാണി. എന്ത് ചെയ്യുന്നു അവർ രണ്ടുപേരും ബാല്യം? നിങ്ങളുടെ ബാല്യത്തിൽ അവരെന്തായിരുന്നു ജോലി? അച്ഛൻ പലതരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. അതിന് പുറമെ പിന്നെ ഒരു ചായം വെക്കുന്ന ജോലി, ആ ജോലി ചെയ്തിട്ടുണ്ട്. സൈക്കിൾ ഷോപ്പ് നടത്തിയിട്ടുണ്ട്. അമ്മ കുട റിപ്പയർ ചെയ്തു. ഇങ്ങനെ കുടുംബം പോറ്റാൻ സകല പണികളും ആ കാലത്ത് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ദാരിദ്ര്യമായിരുന്നു ആ കാലം, വളരെ ദാരിദ്ര്യമാണ്. അമ്മ സാധാരണ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 7 മക്കൾ. 7 മക്കൾ. നിങ്ങൾ എത്രാമത്തെ ആളാ? ഞാൻ 6ാമത്തെ ആൾ. മുതിർന്ന ഇളയ മക്കളിൽ ഒരാളാണ് അല്ലേ? എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ ഓർമ്മ? ബാല്യകാലമൊക്കെ പഠിച്ച വിദ്യാലയം ഏതാണ്? പ്രൈമറി തലമൊക്കെ? എൻ്റെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ് പൂക്കോം ചാലിയ LP സ്കൂൾ ആണ് ഞാൻ പഠിച്ചത്. വീടിനടുത്താണ്. പക്ഷേ 4ാം ക്ലാസ് പഠിക്കുമ്പോഴേക്ക് വീട് മാറേണ്ടി വന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചത് ഒരു കുടികിടപ്പിലാണ്. കുടികിടപ്പ് ഭൂമിയിലായിരുന്നു. അതവർക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ മീത്തലെ പൂക്കോത്തേക്ക് താമസം മാറുകയാണ് ചെയ്തത്. അവിടെ ഒരു അച്ഛൻ്റെ കഠിനാധ്വാനത്തിലൂടെ ഒരു മൺകട്ട കൊണ്ടുണ്ടാക്കിയൊരു വീട്ടിലാണ് നമ്മൾ താമസം. എത്ര മുറികളുടെ വീടായിരുന്നു അന്നത്തെ കാലത്ത്? അത് 2 മുറിയാണ്. 2 മുറി മൺകട്ട കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വീട്. ആ മൺകട്ട എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ പിന്നെ എന്താണ് പെട്ടി ഉണ്ടാക്കി അതിൽ മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയെടുത്ത കട്ടകളാണ്. അച്ഛൻ തന്നെ നിർമ്മിച്ച വീട്. ഒത്തിരി പണിക്കാർ വീട് നിർമ്മിക്കുന്നത് പണിക്കാരുടെ സഹായത്തോടെ. പക്ഷെ കട്ട മുഴുവൻ ഉണ്ടാക്കിയത് അച്ഛൻ തനിച്ചാണ്. ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ട്. അത്രയും ദാരിദ്ര്യമായിരുന്നു. ഈ മക്കളൊക്കെ എന്താണ് ആ കാലഘട്ടത്തിൽ? 7 പേരും ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പഠനം? 3 പേര് പിന്നെ പെങ്ങന്മാരാണ്. എൻ്റെ മൂത്ത 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്ത ജ്യേഷ്ഠൻ മാഹിയിൽ ഒരു മദ്യ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി CPM കാരനാണെന്നുള്ള നിലയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നെ മൂത്ത ജ്യേഷ്ഠൻ, അതിൻ്റെ ഇളയ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അവിടെ നെയ്ത്ത് ശാലയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയുള്ള എപ്പോഴെങ്കിലുമുള്ള ജോലികൾ ചെയ്യുന്ന രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാരിദ്ര്യം തന്നെ. 7ാം ക്ലാസ് 4ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ വിദ്യാഭ്യാസം എവിടെയാണ്? 4ാം ക്ലാസ്സിലാണ് ഞാൻ താമസം മാറുന്നത്. 4ാം ക്ലാസ്സിൽ പിന്നെ ചാലിയ സ്കൂളിൽ തന്നെ പോയി.
അതിനുശേഷം വീടിന് തൊട്ടടുത്ത് പിന്നെ എരഞ്ഞിക്കുളങ്ങര LP സ്കൂൾ എന്ന് പറയുന്ന 5ാം ക്ലാസ്സിൽ ചേർന്നത്. അവിടെ 5ാം ക്ലാസ്സിൽ മാത്രമേ അവിടെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ പാനൂർ UP സ്കൂളിലാണ്. അതെന്തുകൊണ്ട് 5ാം ക്ലാസ്സിൽ നിന്ന് പാനൂർ UP സ്കൂളിലേക്ക് മാറി? പാനൂർ UP സ്കൂളിൽ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ്റെയും കൂടി ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് കേത്തായിട്ടാണ് പാനൂർ UP സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ. അപ്പോൾ സാഹിത്യകാരൻ. അതെ, കേത്തായിട്ട് മാസ്റ്ററും അച്ഛനും നല്ല അടുത്ത ബന്ധമുള്ളതാണ്. അപ്പോൾ മാത്രമല്ല ആ സമയത്ത് പാനൂർ UP സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടി നല്ല പേര് കേട്ടൊരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സ്കൂളായിരിക്കും എന്നുള്ള നിലയിലാണ് അങ്ങോട്ട് 6ാം ക്ലാസ്സിൽ അങ്ങോട്ടേക്ക് മാറ്റി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ അവിടെ തുടർന്നു? അല്ല, അവിടെ 7 വരെയുള്ളൂ. UP സ്കൂളാണ്. അത് കഴിഞ്ഞ് പാനൂർ ഹൈസ്കൂളിലേക്ക് പോകും. ഹൈസ്കൂൾ PR കുറുപ്പിൻ്റെ സ്കൂളിലേക്ക് 10ാം ക്ലാസ് വരെ. പാനൂർ ഹൈസ്കൂൾ ഒറ്റ സ്കൂളാണ്, പിന്നീടാണ് 2 സ്കൂളായിട്ട്. ഈ 10ാം ക്ലാസ് വരെ പഠനത്തിനിടയിൽ എപ്പോഴാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, കുടുംബത്തിൽ പിതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവോ പ്രവർത്തകനോ ഒന്നുമല്ല, ഒരു അനുഭാവിയായിരുന്നു, ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. താങ്കളിൽ എപ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാകുന്നത്? ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണോ? എങ്ങനെയാണ് ആ കാലം ഓർക്കുന്നത്? എൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. ഞാനൊരു സംഘടനാ പ്രവർത്തനം, പൊതുപ്രവർത്തനം നടത്തുന്നു എന്ന് പറയാവുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കും, പാനൂർ UP സ്കൂൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ അന്ന് ദേശാഭിമാനി ബാലസംഘം എന്നുള്ള പേരിലാണ് ഒരു കുട്ടികളുടെ സംഘടന പ്രവർത്തിക്കുന്നത്. DBS എന്നാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുക. അപ്പോൾ ആ DBSൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങൾ താമസിക്കുന്ന പൂക്കോം പ്രദേശത്ത് ആദ്യമായിട്ട് രൂപീകരിക്കുകയാണ്. പൂക്കോം പ്രദേശത്ത് പാർട്ടി ബ്രാഞ്ച് തന്നെ രൂപീകരിക്കുന്നത് 82 മാത്രമാണ്. അതിനു മുമ്പ് അവിടെ പാർട്ടി ബ്രാഞ്ചില്ല. അപ്പോൾ ആ PR കുറിപ്പിൻ്റെ ഒരു കാലഘട്ടമല്ലേ ശരിക്കും? അവിടെ പൂക്കോം പ്രദേശം എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ വിളയാട്ടം നിരന്തരമായി PR-ന്റെ കാലഘട്ടം. അന്ന് കോൺഗ്രസ്സാണ്, പിന്നെ PR കുറിപ്പ് ഉൾപ്പെടെ കോൺഗ്രസ്സാണ്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിലൊക്കെ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ മിക്കവാറും രാത്രികളിൽ വീട്ടിൽ കൂട്ട നിലവിളിയാണ്. നിലവിളിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 2-3 ആ മേഖലയിലുള്ള ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് കോൺഗ്രസിൻ്റെ. അവർ വാളൊക്കെ എടുത്ത് നല്ല തിളങ്ങുന്നൊരു വാളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. താങ്കൾ കണ്ടിട്ടുണ്ടോ? ചെറിയ പ്രായം. രാത്രിയാണ് അവർ മദ്യവെച്ചിട്ടാണ് വരിക. അപ്പോൾ അവർ കുറച്ച് ഉയരമുള്ള കോണി കയറിയിട്ട് വേണം വീട്ടിൻ്റെ മുറ്റത്തേക്ക് എത്താൻ. അത് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആകെ കരയാൻ തുടങ്ങും. പിന്നെ എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് വാതിൽ കൊട്ടി അടച്ചിട്ടാണ് വീട്ടിനകത്തുനിന്ന് കാര്യം. എന്തിനാ അവരങ്ങനെ ഭീകരത സൃഷ്ടിക്കുന്നത്? പേടിപ്പിക്കാനാണ്, വേറെ ഒന്നുമല്ല. അതിലൂടെ എന്താ എന്നിട്ട് വാതിലൊക്കെ ഇങ്ങനെ പിന്നെ ആയുധം കൊണ്ട് മുട്ടിയിട്ട് വാതിൽ തുറക്കടാന്നാണ് നിൻ്റെ മക്കളും എല്ലൂരി കോൽക്കളി കളിക്കൂടാന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയണ്ട ആ ഒരു ശബ്ദം പോലും ഇപ്പോൾ ആ രംഗമാണ് താങ്കളുടെ മനസ്സിലുള്ളത് ശരിക്ക്. അവർ നിങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ള, ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം അവിടെ 3-4 കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ മേഖലയിൽ. അച്ഛൻ ഉൾപ്പെടെ 3-4 പേരെ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത്. അപ്പോൾ അവരെ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ പല ദിവസങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. ബാലസംഘം വിട്ട് SFIയിലേക്ക് ഏത് കാലത്താണ് വരുന്നത് ശരിക്കും? SFIയിൽ പാനൂർ ഹൈസ്കൂളിൽ ചേരുന്നതോട് കൂടിയിട്ടാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് SFIയിലെ പ്രവർത്തകനായി മാറുന്നത്? അത് 77-78 ഘട്ടം. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെയാണ് 77-78 എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ പഠിപ്പ് മുടക്ക് സമരത്തിൻ്റെ ഒരു കാലമാണിത്. അടിയന്തരാവസ്ഥയിൽ പിന്നെ നിരവധി വിദ്യാർത്ഥി മർദ്ദനം ഉണ്ടായി. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന P. രാജനെ കൊണ്ടുപോയി പിന്നെ കക്കയം ക്യാമ്പിലിട്ട് ഉരുട്ടി കൊന്നു. ഈ വാർത്തകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഈച്ചിരവാര്യർ രാജൻ്റെ അച്ഛൻ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ആ ആവശ്യം അവരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് അതിന് ഉത്തരവാദികളോട് നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു? തീർച്ചയായിട്ടും. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമ്പോൾ പോലീസ് മർദ്ദനങ്ങളോ അങ്ങനെ സമരത്തെ പോലീസ് നേരിടുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു? കാരണം പോലീസ് നേരിടുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. അന്ന് സ്കൂളിനകത്ത് ഒരു എന്താ പറയേണ്ടത്, ഒരു ആവേശത്തിൻ്റെ ഒരു അലയുണ്ടാക്കുന്ന രീതിയിലാണ് ആ സമരങ്ങളൊക്കെ പോയിരുന്നത്. അപ്പോൾ ഈ PR കുറിപ്പിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇല്ല അന്നേരം അവിടെ? ആ സമയത്ത് വിദ്യാർത്ഥി ജനത എന്ന പേരിൽ KVJ എന്ന പേരിൽ ഒരു സംഘടന അവിടെയുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ PR കോൺഗ്രസ് തന്നെയാണ്, KSU ആണ്. PR-ൻ്റെ ആളുകൾ KSU ആണ്. പക്ഷേ വിദ്യാർത്ഥി ജനത എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അത് പഴയ PR കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ്. അവർ കുറച്ച് പേര് PR കോൺഗ്രസിലേക്ക് പോയ സമയത്ത് കോൺഗ്രസ് പോയിരുന്നില്ല.
അവരുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ മാത്രമാണ് KVJ എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. PR പിന്നെ 80 കൂടിയിട്ടാണ് പിന്നെ ജനതാ പാർട്ടിയിലേക്ക് ചേരുന്നത്. അതുവരെ PR കോൺഗ്രസ് തന്നെയാണല്ലോ. PR-ന്റെ ആ സംഘടന ഉണ്ട്, പക്ഷെ നിങ്ങളാണ് ആ കാലത്ത് അവിടെ SFI ആണോ ആ സമയത്ത് ശക്തമായിട്ടുള്ളത്? അല്ല അവിടെ അന്നേരം KSU ആണ്. KSU. താങ്കൾ ആ സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ? 79-ൽ പാനൂർ ഹൈസ്കൂളിലെ KSUവിന്റെ SFIയുടെ ആദ്യത്തെ പിന്നെ സ്കൂൾ ലീഡർ താങ്കളാണ്. SFIയുടെ താങ്കൾ ഈ ബീഹാറിൽ അതുപോലെ അഖിലേന്ത്യാ SFI സമ്മേളനത്തിൽ ഏത് പ്രായത്തിലാണ് പങ്കെടുക്കുന്നത്? ബീഹാറിൽ പോയിട്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. യഥാർത്ഥത്തിൽ 14 വയസ്സ് എനിക്ക് പൂർത്തിയായിട്ടില്ല. ഞാൻ 65-ലാണ് ജനിച്ചത്. 78 ലാസ്റ്റിലാണ് പിന്നെ പാറ്റ്നയിൽ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഞാൻ SFIയുടെ ഹൈസ്കൂൾ പ്രതിനിധി എന്നുള്ള നിലയിലാണ് സംസ്ഥാന സമ്മേളനം. കേരളത്തിൽ നിന്ന് ഒരാളേ ഉള്ളൂ. ഹൈസ്കൂൾ പ്രതിനിധികൾ 3 പേരുണ്ടായിരുന്നു. 3 പേര്. അതാരൊക്കെയായിരുന്നു ബാക്കി 2 പേര്? അത് എനിക്ക് കൃത്യം ഓർമ്മയില്ല. അത് ബീഹാറിൽ പാറ്റ്നയിലാണ് നടക്കുന്നത്. ഈ 13 വയസ്സുകാരൻ എങ്ങനെ പാറ്റ്നയിലേക്ക് അന്നത്തെ യാത്ര എങ്ങനെയായിരുന്നു? അതൊന്നും അറിയണമല്ലോ. ഇന്നത്തെ പോലെ സൗകര്യമൊന്നുമില്ലല്ലോ. ട്രെയിനിലാണ് സാധാരണ കമ്പാർട്ട്മെന്റിൽ, ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ കയറിയിട്ടാണ് പോയത്. എത്ര ദിവസം എടുത്തു പാറ്റ്നയിൽ എത്താൻ? അന്ന് 3ാമത്തെ ദിവസം പാറ്റ്നയിലെത്തി. എത്ര പ്രതിനിധി സംഘം ഉണ്ടായിരുന്നു അന്ന് കേരളത്തിൽ നിന്ന്? കണ്ണൂർ ജില്ലയിലെ പ്രതിനിധികൾ ഒരുമിച്ചാണ് പോയത്. വിദ്യാർത്ഥികളുടെ ഒരു പിന്നെ യാത്രാ സംഘം എന്നുള്ള നിലയിലാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. ആ യാത്രാനുഭവം എങ്ങനെയുണ്ടാ? 3 ദിവസത്തെ യാത്രാനുഭവം. ഒരു 13 വയസ്സുകാരൻ്റെ ആകാംക്ഷ. ഏകദേശം ഇന്ത്യ കാണാമല്ലോ, ഒരു പകുതി ഇന്ത്യ കാണുമല്ലോ നിങ്ങൾ ബീഹാർ എത്തുമ്പോഴത്തേക്കും. കുറേ ദൂരം തമിഴ്നാടൊക്കെ എത്തുമ്പോഴേക്ക് പിന്നെ അന്തരീക്ഷത്തിൽ മാറ്റം വന്നു. വലിയ കൊടുങ്ങിയ ചൂടായിരുന്നു. തോർത്തൊക്കെ നനച്ചിട്ട് ഇങ്ങനെ പിന്നെ ജനലിൻ്റെ ഇതിൽ പിന്നെ കെട്ടിവെക്കും. ഇടയ്ക്കിടെ തണുപ്പ് കിട്ടാൻ വേണ്ടി. കടുത്ത ചൂടാണ്. മാത്രമല്ല റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും നിരവധി ആളുകൾ തള്ളിക്കയറി വിട്ടു. നമ്മൾ റിസർവ് ചെയ്ത ആളുകൾക്ക് സീറ്റ് ഇല്ലാതാവും. അപ്പോൾ അവരോടൊന്നും ചെയ്യാനില്ല, ഒന്നും പറയാനില്ല. ആ തരത്തിലുള്ളൊരു ഒരവസ്ഥയാണ്. അന്നത്തെ അന്ന് കണ്ട പാറ്റ്നയുടെ ഓർമ്മ എന്താണ്? അന്ന് പാറ്റ്നയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഗംഗയിൽ കുളിക്കാൻ ഈ നമ്മൾ സമ്മേളനം നടക്കുന്നതിൻ്റെ അടുത്തുകൂടെയാണ് ഗംഗ ഒഴുകുന്നത്. അപ്പോൾ ഗംഗയിൽ കുളിക്കാൻ നല്ല തണുപ്പുള്ള വെള്ളമാണ്. കുളിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി നമ്മൾ ഗംഗയിലേക്ക് പോയി. കുളിക്കാൻ വേണ്ടി ഗംഗയിൽ ഇറങ്ങുന്നവരാണ് ഒരു മൃതദേഹം ഒഴുകി വരുന്നത്. മൃതദേഹം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിലുള്ളതല്ല, അതിങ്ങനെ ശരീരഭാഗങ്ങൾ. അതോടുകൂടി കുളി നിർത്തി. ഒരു 13കാരൻ ഗംഗയിൽ കണ്ട ആദ്യ ചിത്രം അതാണ്. ഒരു മൃതദേഹങ്ങളുടെ അവശിഷ്ടമാണ്. പൂർണ്ണ മൃതദേഹം അല്ല. മൃതദേഹത്തിന്റെ ഏത് ഭാഗം ഒഴിവ് വന്ന അവശിഷ്ടം, കൈയിന്റെയും ശരീരത്തിന്റെയും ഉടലിന്റെയും ഭാഗമാണ് കാണുന്നത്. അതോടുകൂടി ഗംഗയിൽ പുണ്യസ്നാനം എന്ന് പറഞ്ഞ പരിപാടി നിർത്തി. കുളിക്കാതെ കയറി പോന്നു. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കുളിച്ചു. ശരി, SFI കാലഘട്ടം എവിടെ വരെ ഉണ്ടായിരുന്നു? SFI കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും ആവേശം തന്ന. പാറ്റ്ന അനുഭവത്തിനപ്പുറം SFI കാലഘട്ടത്തിലെ അനുഭവം എന്താണ് ഓർമ്മിക്കാൻ പറ്റുക? എന്നെ സംബന്ധിച്ചിടത്തോളം SFIയിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് 3 അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കിട്ടിയൊരവസരം. SFIയുടെ അഖിലേന്ത്യാ സമ്മേളനങ്ങൾ 2 വർഷത്തിലൊരിക്കലാണ് നടന്നത്. അത് എവിടെയൊക്കെയാണ് നടന്നത്? ഒന്ന് ആദ്യത്തേത് പാറ്റ്ന, 4ാമത്തേത് പിന്നെ ദാദർ, പിന്നെ 5ാമത്തേത് ഡംഡം. ഈ 3 സ്ഥലത്തും പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ 20 വയസ്സിനുള്ളിൽ തന്നെ ഇത്രയും സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റി. അത് വളരെ അപൂർവമായിട്ട് മാത്രമേ SFI രംഗത്തുള്ള ആൾക്ക് ആ ഒരു അവസരം പെട്ടെന്ന് DYFI ആയി മാറും അപ്പോഴത്തേക്കും അല്ലേ? സാധാരണ തീർച്ചയായിട്ടും ഈ 3 സമ്മേളനത്തിലും പങ്കെടുത്തു. ആ കാലഘട്ടത്തിലെ സഹപ്രവർത്തകർ ആരൊക്കെയാണ് ഓർമ്മയിൽ? ഞാൻ SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യം പങ്കെടുക്കുന്നത് പിന്നെ കോഴിക്കോടാണ്. ആ കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ചാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി AK ബാലൻ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. AK ബാലൻ സംസ്ഥാന സെക്രട്ടറി MA ബേബി പ്രസിഡന്റുമായിട്ടാണ് ആ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തത്. അവിടെ നിന്നാണ് അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് കോഴിക്കോട് സമ്മേളനത്തിൽ. അഖിലേന്ത്യാ സമ്മേളനത്തിലെത്തിയപ്പോൾ അവിടെ പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞ് MA ബേബി അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്ന സമ്മേളനമാണത്. MA ബേബി അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതോടുകൂടി പിന്നെ ഇവിടെ മാറ്റം വന്നു. തോമസ് ഐസക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. തോമസ് ഐസക് സംസ്ഥാന പ്രസിഡന്റും AK ബാലൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഘട്ടത്തിലാണ് പിന്നീട് നമ്മുടെ പ്രവർത്തനം. കേരളത്തിലെ തലമുതിർന്ന നേതാക്കളെല്ലാം താങ്കളോടൊപ്പം പ്രവർത്തിച്ചവരാണ്. ആ കാലഘട്ടത്തിലാണ് ഞാൻ SFIയിലേക്ക് വരുന്നത്. SFI കാലഘട്ടത്തിൽ ബ്രണ്ണനിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ അനുഭവം എന്താണ്? ബ്രണ്ണൻ എപ്പോഴും ഒരു സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമുള്ള കാലഘട്ടമാണല്ലോ. എങ്ങനെയാണ് ആ കാലഘട്ടമൊക്കെ? ബ്രണ്ണനിൽ പഠിക്കുന്നത് കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അഭിമാനം തോന്നിയൊരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് PDCക്ക് പിന്നെ അവിടെ ചേർന്ന വർഷം തന്നെ
ഇന്നത്തെ +2 ആണെന്ന് ഓർക്കണം. അതെ, ഫസ്റ്റ് പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ ആ ചേർന്ന വർഷം തന്നെ ഡിഗ്രി ക്ലാസ്സുകളിലടക്കം ക്യാമ്പയിൻ നടത്താൻ എനിക്ക് അവസരമുണ്ടായി. കാരണം ഞാൻ ആ സമയമാകുമ്പോഴേക്ക് പാനൂർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ SFIയുടെ തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന അന്ന് തലശ്ശേരി AC-യുടെ കീഴിലാണ് പാനൂർ പ്രത്യേക ഏരിയ കമ്മിറ്റി ഇല്ല. അതിനുള്ള ഒരു രാഷ്ട്രീയമായ സ്വാധീനം പാനൂർ മേഖല ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏരിയ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വെണ്ണംകുളയിൽ എത്തുമ്പോൾ എനിക്കൊരു അപരിചിതത്വമില്ല. കാരണം അവിടെയുള്ള എല്ലാവരെയും അറിയാം, നേതാക്കന്മാർ. അല്ല, നിങ്ങളൊരു ജൂനിയർ അല്ലേ, അപ്പോൾ ഈ സീനിയേഴ്സ് നിങ്ങൾ എങ്ങനെ ഉൾക്കൊണ്ടു അന്നത്തെ കാലത്ത്? അത് അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ പ്രത്യേകത ഉണ്ട്. ആ കാലഘട്ടത്തിൽ സംഘർഷം ഉണ്ടായിരുന്നോ ക്യാമ്പസിനകത്ത്? വലിയ സംഘർഷം. ആരായിരുന്നു ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സീനിയറും ജൂനിയറും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥി നേതാക്കൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രംഗത്തുണ്ടായിരുന്ന ആളുകൾ? ഒന്നിപ്പോൾ കാസർഗോഡുള്ള പ്രൊഫസർ സി ബാലൻ, അദ്ദേഹമുണ്ട്. പിന്നെ ജെയിംസ് മാത്യു, പിന്നെ TT വേണുഗോപാലൻ SFIയുടെ ചെയർമാനായിരുന്നു. ഇപ്പം ദാമൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. പിന്നെ ഇവിടെയുള്ള ഈങ്ങൽപ്പീടിന് അടുത്തുള്ള ഒരു ജനാർദ്ദനൻ. അങ്ങനെയുള്ള കുറച്ച് ടീമുകളാണുള്ളത്. ആ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ സംഘർഷം ഉണ്ടോ പാനൂർ മേഖലയിൽ? താങ്കൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ സംഘർഷമുണ്ട്. അന്ന് CPM വളരാനുള്ള നീക്കം അവിടെ നടക്കുന്നു. ആ സമയത്ത് വളർന്നു വരുന്നു. CPM-നെ ഒരു വളർത്താൻ സമ്മതിക്കില്ല എന്നുള്ള തരത്തിൽ മറുപക്ഷവും. അന്ന് മറുപക്ഷം ആരായിരുന്നു? അപ്പോഴേക്ക് ഈ PR-ന്റെ രാഷ്ട്രീയ മാറ്റം അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. 80-ലാണ് അതിനൊരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. 80-ലെ തെരഞ്ഞെടുപ്പിൽ PR ഗ്രൂപ്പ് പിന്തുണച്ചത് KG മാരാറെയാണ്. BJP ആയിട്ടില്ല അന്ന്. ജനത ഒരു ഭിന്നിപ്പുള്ള ഘട്ടമാണ്. BJP രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞത് അന്ന് പെരിങ്ങളം മണ്ഡലമാണ്. അപ്പോൾ KG മാരാറാണ് PR പിന്തുണച്ചിട്ടുള്ള സ്ഥാനാർത്ഥി. ഇടതുപക്ഷം AK ശശീന്ദ്രനാണ്. അന്ന് ആന്റണി കോൺഗ്രസ് പിന്നെ LDF-ന്റെ ഭാഗമായിട്ട് NCP ശശീന്ദ്രൻ. അതെ, അദ്ദേഹം ആന്റണി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് LDF-ന്റെ ഭാഗമായി. അപ്പോൾ AK ശശീന്ദ്രൻ LDF-ന്റെ സ്ഥാനാർത്ഥിയും KG മാരാർ അപ്പുറത്തെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് പെരിങ്ങളം മണ്ഡലത്തിൽ PR നിർദ്ദേശിക്കുന്ന പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്. അതിനു മുമ്പൊന്നുകിൽ PR അല്ലെങ്കിൽ KMSUP PR-ന്റെ നിർദ്ദേശിക്കുന്നയാൾ അവർ മാത്രമേ ജയിക്കൂ. മറ്റൊരു അപ്പീൽ അതിനില്ല. പക്ഷേ 80-ഓടുകൂടി ആ സ്ഥിതി മാറി. ഇത് മാറിയതിന് ശേഷം PR പിന്നീട് ജനതാ പാർട്ടി തന്നെ വന്നു, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറി. പക്ഷെ അപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ PR-ന്റെ അനുയായികളും ഈ പറയുന്ന RSS-ന്റെ ജനസംഘത്തിൻ്റെ KG മാരാറുമായിട്ടുള്ള ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ യോജിച്ച് പ്രവർത്തിച്ചതിനെ തുടർന്ന് PR ജനതയിലേക്ക് വന്നപ്പോൾ കുറേ ആളുകൾ അവിടെ തന്നെ തറച്ചു. BJP ജനതാ പാർട്ടിയിൽ നിന്നും BJP ആയി മാറി. പിന്നീട് അതുകൊണ്ട് തന്നെ അന്ന് നേരത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പൊയിലൂര്, വത്തായക്കുന്ന്, എലാങ്കോട്, അങ്ങനെയാണ് BJP സംഘപരിവാർ അവിടെ ശക്തിയായി. അതോടുകൂടി പിന്നെ PR-ന്റെ അനുയായികളുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്ത ആളുകളടക്കം RSS-ന്റെ ഭാഗമായി നിന്നു. അവർ നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിരുന്നത്. PR കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്നപ്പോൾ പിന്നെ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് വിരോധം മുന്നോട്ട് കൊണ്ടുപോകാൻ PR-ന് കൂടെ നിന്നിട്ട് കാര്യമില്ല. ആ കമ്മ്യൂണിസ്റ്റ് വിരോധം നടപ്പാക്കാൻ പറ്റിയ സാധനം RSS ആണെന്ന് മനസ്സിലാക്കി അത് പിന്നെ സംഘർഷത്തിലേക്കാണ് പോയത്. സംഘർഷം എന്ന് പറഞ്ഞാൽ ചെറിയ നിലയിലൊന്നുമല്ല. 1979 ഒക്ടോബർ 26-നാണ് രാജുമാഷ് പട്ടാപ്പകല് പാനൂർ പിന്നെ അവിടെ കോടിയേരിയുടെ വിനോദിനിയുടെ ആ രാജമാഷ് അവിടുത്തെ 8 വീട്ടിൽ രാജമാഷ് കൊല്ലപ്പെടുന്നു. 8 രാജമാഷ് കൊല്ലപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സ്കൂൾ അദ്ദേഹം കണ്ണമ്പള്ളി LP സ്കൂളിൽ പഠിക്കുന്നതാണ്. തെക്കേപ്പാനൂർ പഠിപ്പിക്കുന്ന ആളാണ്. ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ, 4ാം ക്ലാസ് വരെയുള്ള സ്കൂളാണത്. ആ കുട്ടികളിങ്ങനെ ലൈനായിട്ട് നിർത്തി മാഷിൻ്റെ അവരെ സംരക്ഷകനായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് RSS-ന്റെ ഗണവേഷധാരികളായിട്ടുള്ള ആളുകൾ ഈ കുട്ടികളെ മുമ്പിൽ വെച്ച് ആളുകൾ റോഡിലൂടെ നടന്നു പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അന്ന് ഞങ്ങളന്നേരം ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ നടന്നിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത്. നടന്നു വരുമ്പോൾ ഈ മൃതദേഹം ഞാൻ കാണുന്നുണ്ട്. കൊല്ലുന്ന സംഭവം കാണുന്നില്ല. എത്ര വയസ്സിലാണ്? 14-ാമത്തെ വയസ്സ്. 14-ാമത്തെ വയസ്സിൽ ഒരു കൊല്ലപ്പെട്ട ഒരു പാർട്ടി ആ മൃതദേഹം എന്ന് പറയുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ്. കാരണം മൂക്ക് ഛേദിച്ച് കളഞ്ഞിരുന്നു. അപ്പോൾ ഒരു ദ്വാരമാണ് മുഖത്തിൽ ശരിക്കും കാണുക. ചെവി ഛേദിച്ച് കളഞ്ഞിരുന്നു. ഒരു കണ്ടാൽ തന്നെ ഒരു വല്ലാത്ത ഭീകരത ഉണ്ടാകുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. എന്താണ് അന്ന് എന്ത് തോന്നി ഹരീന്ദ്രൻ? അന്ന് SFI ഉണ്ടല്ലോ. അടുത്ത എന്താ പറയേണ്ട പ്രതിഷേധവും എതിർപ്പുമാണ് എനിക്ക് തോന്നിയത് ഈ സംഭവങ്ങളോടുള്ള. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പ്രായം മുതൽ തന്നെ ഈ അക്രമത്തിൻ്റെതായ ഒരു അനുഭവം, ഒരു തീക്ഷ്ണമായ ഒരു അനുഭവം എനിക്ക് എൻ്റെ 14 വയസ്സിൽ കാണാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ.
അല്ല, അത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിന് നേരെ തന്നെയുള്ള ആക്രമണം. എന്താണ് കുടുംബത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ ഏതൊക്കെയാണ് ഓർമ്മയിലുള്ളത്? ഒന്ന്, അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അച്ഛന് നേരെ അല്ലെങ്കിൽ കുടുംബത്തിന് നേരെയുള്ള ഈ ഭീഷണികളും അത് അച്ഛന് നേരിട്ട് അടി കിട്ടിയിട്ടില്ല. പക്ഷെ അച്ഛനുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ തന്നെ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കുറുക്കൻ ആക്രമിച്ചു. കുറുക്കനെ പിന്നെ അച്ഛനെ വിടുന്നില്ല. അച്ഛൻ നിലവിളിച്ചിട്ടൊന്നും ആൾ വരുന്നില്ല. കാരണം അച്ഛൻ്റെ ശബ്ദം അയൽവാസികളെല്ലാം കേൾക്കുന്നുണ്ട്. അച്ഛനെ ആക്രമിക്കുന്നതാണെന്നാണ് ആളുകൾ ധാരണ. അതുകൊണ്ട് കുറുക്കൻ ആക്രമിക്കുമ്പോഴും ആളുകൾ വരുന്നു. എന്നിട്ട് അച്ഛൻ ആ കുറുക്കനെ പിടിച്ച് അച്ഛൻ തന്നെ നിലത്തടിച്ച് കൊന്നു. എന്നിട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് വരുന്നത്. അത് അച്ഛൻ്റെ അനുഭവം. 77 തെരഞ്ഞെടുപ്പിൽ PR അവിടെ പെരുങ്കുളത്ത് സ്ഥാനാർത്ഥിയാണ്. എതിർ സ്ഥാനാർത്ഥി VK അച്യുതനാണ്. CPM പിന്തുണക്കുന്നത് VK അച്യുതനെയാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏജൻ്റായിട്ട് മൂത്ത ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു, ആ പൂക്കോം മാപ്പിള LP സ്കൂളിൽ. പക്ഷേ ധാരാളമായിട്ട് കള്ളവോട്ട് രേഖപ്പെടുത്തപ്പെട്ടു. അതിനെ ചോദ്യം ചെയ്തു. ബൂത്തിനകത്ത് വെച്ച് തന്നെ ഭീഷണി ഉണ്ടായി. നീ പുറത്തിറങ്ങിയാൽ വെച്ചേക്കില്ല എന്നുള്ള ഭീഷണി ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ബാലറ്റ് ബോക്സ് കൊണ്ടുപോകുമ്പോൾ പോലീസിൻ്റെ കൂടെ തന്നെ ബോസിൻ്റെ കൂടെ ഏട്ടനെയും കടത്തി വിട്ടു. എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ജ്യേഷ്ഠൻ തിരിച്ചു വന്നത്. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന് അവിടെയുള്ള ഇന്ദ്രപൂർവ്വത്തിൽ ഒരു ചായക്കടയിലിരുന്ന് ചായ കഴിക്കുന്ന അവസരത്തിൽ ഈ സംഘം വന്ന് ഏട്ടനെ ആക്രമിച്ചു. ഭീകരമായ രീതിയിൽ ആക്രമിച്ചു. അതിനുശേഷം ഈ വിവരം പറയാൻ അന്ന് പൂക്കോ മയിലാടിമുട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് 3-4 CPMമാരുള്ളത്. അപ്പോൾ ആ കേന്ദ്രത്തിൽ ഈ വിവരം പറയാൻ വേണ്ടിയിട്ട് ഷർട്ടൊന്നും ഇടാതെ വെറും ട്രൗസർ ഇട്ടിട്ട് പൂക്കോം ടൗണിലൂടെ ഓടിപ്പോയ ഒരനുഭവം എനിക്കുണ്ട്. നിങ്ങളാണ് ഈ വിവരം പറയാൻ പോകുന്നത്. മറ്റു വേറൊരു സഹോദരനുണ്ട്, എൻ്റെ ഇളയത്. അദ്ദേഹത്തെ 1985 രാത്രി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ RSSകാർ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ആക്രമണം നടത്തി. 64 പരിക്കുണ്ടായിരുന്നു. പിറ്റേ ദിവസം പോലീസിൽ ചേരേണ്ടതാണ്. പിറ്റേ ദിവസം പോലീസിൽ ചേരേണ്ട സഹോദരനെയാണ് 64 വെട്ടി മൃതപ്രായനാക്കിയത്. അദ്ദേഹം ഏട്ടനെയും കൊണ്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. തലശ്ശേരിയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് കോഴിക്കോട് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്നു. രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട്. അപ്പോൾ വടകര ഹോസ്പിറ്റലിലേക്ക് കയറി. വടകര ഹോസ്പിറ്റലിൽ കയറി പെട്ടെന്ന് ഈ നമ്മൾ കെട്ടിയ കെട്ട് ഡോക്ടറെ അഴിക്കുന്ന സമയത്ത് തന്നെ ഒരു രക്തം ഇങ്ങോട്ട് പമ്പ് ചെയ്തു എൻ്റെ മുഖത്തേക്ക്. ഞാനവിടെ മോചിക്കപ്പെട്ടു വീണു. പിന്നെ എന്നെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ആൾ കോഴിക്കോടേക്ക് പോവുകയാണ് ചെയ്തത്. അത്ഭുതകരമായിട്ടാണ് ജ്യേഷ്ഠൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അത് തന്നെ 2-3 വർഷത്തോളം മണിപ്പാൽ ആശുപത്രി, അതുപോലെ തന്നെ ഇവിടെ ചെന്നൈയിലുള്ള, അന്നും മദ്രാസ് എന്ന് പറയാം, KMC ഹോസ്പിറ്റൽ, അവിടെയൊക്കെ സർജറിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അത്രയും തീവ്രമായ അനുഭവമാണ്. പോലീസിൽ ചേരാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളോടുള്ള അടങ്ങാത്ത പ്രതിഷേധം എല്ലാ കാലത്തും ഇങ്ങനെ ഉമിത്തി പോലെ എന്നിലുണ്ട്. ഇതെല്ലാം SFI കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ നിങ്ങൾ രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ ബോധം കുറച്ചുകൂടി കരുത്തുറ്റതാവും അല്ലേ എന്നാണ് വിചാരിക്കേണ്ടത്. DYFIയിലേക്ക് പിന്നെ എങ്ങനെയാണ് SFIയുടെ ഏത് പോസ്റ്റിൽ വരെ എത്തി താങ്കൾ? SFIയുടെ പാനൂർ ഏരിയ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഞാൻ അതിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യത്തെ SFIയുടെ പാനൂർ ഏരിയ പ്രസിഡൻ്റാണ് ഫസ്റ്റ്. അതെ, ഞാൻ പ്രസിഡൻറ്റും പിന്നീട് കൂത്തുപറമ്പിൽ കൊല്ലപ്പെട്ട വെടിവെപ്പിൽ കൊല്ലപ്പെട്ട KK രാജീവൻ സെക്രട്ടറി ആയിട്ടാണ്. രാജീവൻ എൻ്റെ ഒരു സുഹൃത്താണ്, ദേശാഭിമാനി ലേഖകനായിരുന്നല്ലോ. അദ്ദേഹം സെക്രട്ടറി, ഞാൻ പ്രസിഡൻ്റുമായിട്ടാണ് SFIയുടെ ആദ്യത്തെ ഏരിയ കമ്മിറ്റി വന്നത്. രാജീവൻ്റെ മരണത്തിന് ശേഷം പിന്നെ ഞാൻ ഏരിയ സെക്രട്ടറി ആയി. പിന്നെ SFIയിൽ ഏതൊക്കെ പോസ്റ്റിലെത്തി? SFIയുടെ അന്ന് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡ് ഉൾപ്പെടെയുള്ള അഭിവത്ത കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടും ഞാൻ അവിടെ വരെയാണ് എത്തിയത്. SFIയിൽ നിന്ന് പിന്നെ DYFIയിലേക്കാണ്. ഈ 2 സഹോദരങ്ങൾക്ക് നേരെ നടന്ന അക്രമമാണ് കുടുംബത്തിന് നേരെ ഉണ്ടായ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന 2 അനുഭവം. പിന്നെ പിതാവ് കുറുക്കൻ ആക്രമിക്കാൻ പോലും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം, ഗുണ്ടകളാണ് ആക്രമിക്കുന്നത് എന്നുള്ള നിലക്ക്. ഇതാണ് അനുഭവം. DYFIയിലേക്ക് വരുമ്പോൾ DYFIയിൽ ഞാൻ പിന്നെ അവിടുത്തെ പൂക്കോം യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്നാണ് തുടങ്ങുന്നത്. KSYF എന്ന് പറയുന്ന DYFIയുടെ മുമ്പേയുള്ള സംഘടന DYFI ആയിട്ട് മാറുന്നത് 1980-ലാണ്. അപ്പോൾ ആ 80-ൽ തന്നെയാണ് ഞാൻ DYFIയുടെ ആദ്യ യൂണിറ്റ് കമ്മിറ്റിയിൽ അംഗമായി ചേരുന്നത്. യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് പിന്നെ അതിൻ്റെ സഹഭാരവാഹിയായി. പിന്നീട് അന്ന് വില്ലേജ് കമ്മിറ്റി, ഇപ്പോൾ മേഖലാ കമ്മിറ്റി എന്നാണ് പറയാം, അന്ന് വില്ലേജ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. ആ വില്ലേജ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും പിന്നീട് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു.
അതേസമയത്ത് തന്നെ പാനൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടും അതിൻ്റെ സഹഭാരവാഹിയായിട്ടും പ്രവർത്തിച്ചു. ഈ കാലയളവിൽ തന്നെയാണ് ഞാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് CPM-ൽ താങ്കൾക്ക് കിട്ടിയ ഉത്തരവാദിത്വം എന്തായിരുന്നു? ഞാൻ പാർട്ടി അംഗമാകുന്നത് 17ാമത്തെ വയസ്സിലാണ്. എത്രയാണ് പാർട്ടി അംഗമാകുന്നതിന്റെ സാധാരണഗതിയിൽ പാർട്ടി ഭരണഘടന അനുസരിച്ച് 18 വയസ്സാണ്. പിന്നെ എങ്ങനെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി 17ാം വയസ്സിൽ അംഗത്വം കിട്ടിയത്? അത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നു. 17ാം വയസ്സിൽ CPM-ൽ പാർട്ടി അംഗത്വം നേടി. അത് കഴിഞ്ഞ് 19 വയസ്സാകുമ്പോഴേക്ക് തന്നെ പൂക്കോം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നേരത്തെ കോൺഗ്രസിൻ്റെ ഒക്കെ വലിയ ശക്തി, നേരത്തെ ആദ്യം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് കോൺഗ്രസിൻ്റെ ഒക്കെ ശക്തി കേന്ദ്രമായിരുന്നൊരു സ്ഥലമാണ് പൂക്കോം. അതുകൊണ്ട് തന്നെ CPM-ന് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത, അങ്ങനെ കേഡർമാരില്ലാത്തൊരു പ്രദേശമാണ്. ആ സാഹചര്യം കൊണ്ടാവാം ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ 19ാമത്തെ വയസ്സിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. 19ാം വയസ്സിൽ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് വരുന്നു. അതിനുശേഷം ഞാൻ പാർട്ടി പെരുങ്ങള ലോക്കൽ കമ്മിറ്റിയാണ്. ലോക്കൽ കമ്മിറ്റി അംഗമായി. പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് 2ാമത്തെ വർഷം തന്നെ ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് തീരുമാനിക്കപ്പെടുക. എത്ര വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട്? 11 വർഷം. 11 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. പെരുങ്ങള ലോക്കൽ കമ്മിറ്റിയുടെ. അത് കഴിഞ്ഞ് പെരുങ്ങള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതിനു ശേഷമാണ് പിന്നെ ഞാൻ ഏരിയ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. പാനൂർ ഏരിയ കമ്മിറ്റി. ഏത് ഇയറിലാണ് പാനൂർ ഏരിയ കമ്മിറ്റി രൂപീകരണമാകുന്നത്? പാനൂർ ഏരിയ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് 1980-ലാണ്. എത്രാമത്തെ വർഷമാണ് താങ്കൾ അതിന്റെ സെക്രട്ടറി ആയി വരുന്നത്? ഞാൻ 96-ലാണ്. 16ാമത്തെ വർഷം. ആരായിരുന്നു അതിന് മുമ്പുള്ള സെക്രട്ടറിമാർ? പാനൂർ ഏരിയ കമ്മിറ്റി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ പ്രഥമ സെക്രട്ടറി IV ദാസൻ മാഷ്. അതിനുശേഷം പിന്നെ 3 ടേമിൽ PP കുഞ്ഞിക്കണ്ണൻ ആയിരുന്നു. അതിനുശേഷം ഒരു ടേം AV ബാലൻ. ഈ AV ബാലന് ശേഷമാണ് ഞാൻ സെക്രട്ടറി ആവുന്നത്. ഈ ലോക്കൽ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ഈ ലോക്കൽ കമ്മിറ്റിയിലുള്ള കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ലോക്കൽ കമ്മിറ്റി സംഘർഷം ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആവുന്ന ഘട്ടത്തിൽ തന്നെ എൻ്റെ വീട്ടിൻ്റെ സാഹചര്യങ്ങൾ കുറേ പ്രയാസമുള്ള ഒരു, എന്താ പറയേണ്ടത്, ഒരു പട്ടിണി കിടക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടി വന്നത്. അതൊക്കെ ഇന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ. എങ്ങനെയാണ് ആ പട്ടിണി, എങ്ങനെയാണ് ജീവിതം ആ കാലഘട്ടത്തിലൊക്കെ, എങ്ങനെയാണ് കുടുംബം കഴിഞ്ഞിരുന്നത്, എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? അതങ്ങനെ തന്നെ പറയണം. മുഴുവൻ പട്ടിണി തന്നെ ഉണ്ടായി. എന്താ കഴിച്ചിരുന്നത് ആ കാലത്ത്? ഈ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, ചേമ്പിൻ്റെ തണ്ടുണ്ട്. ചേമ്പിൻ്റെ തണ്ടൊക്കെ മുറിച്ച് കൊണ്ടുവരും. ചേമ്പ് കിട്ടാത്ത സമയത്ത് കാട്ടിൽ വളരുന്ന, എന്താ പറയുക, മിളി എന്ന് പറയുന്നൊരു സാധനമില്ല, ഞാൻ പറയാം, സാധാരണ ചേമ്പിന് സമാനമായ ഒരു ഇലയുള്ള അറിയില്ല, എന്തായാലും അങ്ങനെ പ്രതീക്ഷിക്കാം. അതിൻ്റെ തണ്ട് കൊണ്ടുവന്നിട്ട് അത് ചൊറിയും. സാധാരണഗതിയിൽ പിന്നെ വേവിച്ചാൽ തന്നെ ചൊറിയും തിന്നുന്ന സമയത്ത്. പക്ഷെ 2-3 തവണ തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചൊറിയില്ല. അതൊക്കെ തിന്നിട്ട് ജീവിച്ചു പട്ടിണി മാറ്റിയിരുന്ന അങ്ങനെയാണ്. അതുപോലെ തന്നെ പാനൂർ ഹൈസ്കൂൾ പാനൂർ പള്ളിക്കാടിൽ ഈ തവര എന്ന് പറഞ്ഞൊരു ചെടി, അതൊരു വറവിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. അതിങ്ങനെ പോയിട്ട് അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത് പള്ളിക്കാട്. ഇപ്പോൾ അവിടെ കെട്ടിടങ്ങളായി. അത് നമ്മളിങ്ങനെ സഞ്ചി എടുത്ത് കൊണ്ടുപോയിട്ട് പറിച്ചു കൊണ്ടുവരും. അതിങ്ങനെ പുഴുങ്ങി തിന്നുന്ന മാതിരി അത് തിന്നും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പട്ടിണിയാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ വിശക്കൂല, എന്താ ചെയ്യാൻ നേരമല്ലോ? സ്കൂളിൽ ഒരു കൂപ്പൺ കൊടുക്കും. ഈ പട്ടിണിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഒരു സീൽ വെച്ചൊരു കൂപ്പൺ. ആരാ കൊടുക്കുന്നത്? ഒരു ഭാനുമാഷാണ്. NCCയുടെ ചുമതലയുള്ള ഒരു ഭാനുമാഷാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ കൂപ്പൺ വിതരണം ചെയ്യുന്നയാൾ. അപ്പോൾ ആ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ആ കൂപ്പൺ എടുത്തിട്ട് പുറത്ത് ഹൈസ്കൂളിൻ്റെ മുമ്പിൽ ഒരു പപ്പൂട്ടിട്ടൻ്റെ ചായക്കടയുണ്ട്. അവിടെ പോയാൽ കിഴങ്ങ് കിട്ടും. കിഴങ്ങില്ലാത്ത ദിവസം ഒരു പൊറാട്ടയും ഒരു കറിയും കിട്ടും. അതാണ് നമ്മളെ അന്നത്തെ. പട്ടിണിപ്പാവങ്ങളായ കുട്ടികൾക്ക് കൊടുക്കുന്ന കൂപ്പൺ കൊണ്ട് കിഴങ്ങ് വാങ്ങി തിന്നേണ്ട അവസ്ഥ വരെ ആ കാലത്തുണ്ടായിരുന്നു. പിന്നെ താങ്കൾ ഈ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറിയൊക്കെ വരുമ്പോൾ കടുത്ത സംഘർഷ കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 10-400 ഏരിയ കമ്മിറ്റികളിൽ ആദ്യമായി ഒരു ഏരിയ കമ്മിറ്റിക്ക്, ഏരിയ സെക്രട്ടറിക്ക് ഒരു വാഹനം കിട്ടുന്നത് പാനൂരിൽ താങ്കൾ ഉൾപ്പെടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണോ? അത് ശരിയാണ്. അത് പാനൂരിൽ ഞാൻ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത്. എന്താണ് ആ കൊലപാതകങ്ങളൊക്കെ താങ്കൾ നേരിട്ടത്? എങ്ങനെയാണ് ആ കൊലപാതകങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ 979 രാജുമാസ്റ്ററുടെ കൊലപാതകത്തിന് ശേഷം, 8 വീട്ടിൽ രാജുമാസ്റ്ററുടെ കൊലപാതകത്തിന് ശേഷം CPM എടുത്ത നിലപാട് അതിന് തിരിച്ചെന്തെങ്കിലും അക്രമം നടത്തുക എന്നുള്ളതായിരുന്നില്ല. അന്ന് ദാസൻ മാഷാണ് അവിടുത്തെ നേതാവ്, IV ദാസൻ മാഷാണ്. അദ്ദേഹം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന, വ്യക്തിപരമായി ഒത്തിരി അടുപ്പമുള്ള, വളരെ സമാധാനത്തിന് അദ്ദേഹത്തിന്റെ മകൻ ബാബുവും
ഞാനുമായിട്ട് അത് പെട്ടെന്ന് അകാലത്തിൽ പൊരിഞ്ഞു പോയി. നല്ല ബന്ധമുള്ള കുടുംബമാണ് എനിക്ക്. യെസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് നേതൃത്വം ആ മേഖലയിൽ. അപ്പോൾ സമാധാന ധർണ, പദയാത്ര ഇതൊക്കെയായിരുന്നു അതിന് ഈ കൊലപാതകത്തിനെതിരായിട്ട്. പക്ഷേ ആ സംഭവം കഴിഞ്ഞ് ഏതാനും മാസം കഴിയുമ്പോഴേക്ക് തന്നെ താഴെച്ചമ്പാട് ദിനേശ് പേടി കമ്പനിക്ക് നേരെ ആക്രമണം നടന്നു. തടത്തിൽ ബാലൻ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി UP ദാമു കുറച്ച് ദിവസത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. ഇങ്ങനെ സംഭവങ്ങൾ പരമ്പരയായിട്ട് നിരന്തരം കൊലപാതകങ്ങൾ നടക്കുകയാണ്. അതിനുശേഷം തന്നെ തൂവക്കുന്നിൽ ഒരു 17 വയസ്സുള്ള ഒരു മൂക്കൂത്ത് ബാബു വൈകുന്നേരം അവിടെ കൊല്ലപ്പെട്ടു. ഈ സമയത്തൊന്നും തിരിച്ച് ഏതെങ്കിലും ആർസുകാരൻ കൊല്ലപ്പെട്ടതോ ആക്രമിക്കപ്പെട്ടതോ ആയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലെല്ലാം CPM സ്വീകരിച്ചത് സംയമനത്തിലൂടെ ഈ പദയാത്രകളൊക്കെ നടത്തി, സമാധാന യാത്രകൾ നടത്തി, ആളുകൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി മാറ്റാവുന്നതാണ്. ആ സമയത്ത് BJP ചെയ്തുകൊണ്ടിരുന്നത് എന്താ? അവർ പൊതുയോഗം നടത്തിയിട്ട് ഞങ്ങൾ അവിടെ ഒരു ഷോക്ക് കൊടുത്തു, ഞങ്ങൾ ഇവിടെ ഒരു ഷോക്ക് കൊടുത്തു, CPMകാർ ഓടിയ വഴിയിൽ പുല്ലും മുളച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീരസ്യം പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ്. അന്ന് BJPയുടെ നേതൃത്വത്തിൽ ആരാ പ്രധാനമായിട്ടുണ്ടായിരുന്നു? അന്ന് പന്നന്നൂർ ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെയാണ് പ്രധാനപ്പെട്ട, ഇവരൊക്കെയാണ് പ്രധാന പ്രാസംഗികന്മാർ. അങ്ങേയറ്റത്തെ ഭീഷണി പ്രസംഗം എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ന് പറഞ്ഞാൽ RSS എന്ന് പറയുന്നതിന് ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു ശക്തിയാണ്. ഇനി RSSനെ പിടിച്ചാൽ കിട്ടില്ല, RSSന് വഴങ്ങി ജീവിക്കുക എന്നുള്ളതല്ലാത്തൊരു ജീവിതം അസാധ്യമായിരിക്കുന്നൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. എപ്പോഴാണ് പ്രതിരോധം തുടങ്ങുന്നത് ശരിക്കും? പ്രതിരോധം തുടങ്ങുന്നത് പിന്നീട് 4 കൊലപാതകത്തിന് ശേഷമാണ് തിരിച്ച് ഒരു സംഭവം നടത്തുന്നത്. അതിനെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. യഥാർത്ഥത്തിൽ പിന്നീടുള്ള സംഭവം കുറേ കാലം ഇപ്പോൾ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തലശ്ശേരി നടത്തിയ സമാധാന സംഭാഷണത്തിന് ശേഷം 1982 കൂടിയിട്ട് ഏറെക്കുറെ അതിനു മുമ്പുള്ള 79 ആരംഭിച്ച പരമ്പരകൾ ആ സമയത്തോടു കൂടി രണ്ടാമത് വന്നതിന്റെ പിറ്റേ ദിവസമാണ് പിന്നെ പന്നന്നൂർ ചന്ദ്രൻ കൊല്ലപ്പെടുന്നത്. മുഖ്യമന്ത്രി 96-ലാണ്. ഈ സംഘർഷ കാലഘട്ടം ആരോ ഒരാൾ അതിലെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 82-ൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊലപാതകങ്ങളോ സംഭവങ്ങളോ ഒന്നും ഇല്ല. നീണ്ട 10-11 വർഷക്കാലം ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ 96-ലാണ്. പിന്നെ 95 ഡിസംബർ 12-നാണ് മാമൻ വാസു കൊല്ലപ്പെടുന്നത് ചോക്ലിയിൽ. അത് വളരെ സംഘടിതമായിട്ട് പതിയിരുന്ന് നടത്തിയ ഒരു ആക്രമണം. ഒരു തരത്തിലുള്ള സംഘർഷം അങ്ങനെ പ്രതീക്ഷിക്കുന്ന പോലും എല്ലാവരും. ഇത്രയും സമാധാനം, കാമൻ ക്വയറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ആ സമയത്ത് ഈ കൊലപാതകം നടത്തുക മാത്രമല്ല, അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് ചൊക്ലിയിൽ ഹിന്ദു സമാവേശം എന്നുള്ള പേരിൽ ഒരു പരിപാടി RSS സംഘടിപ്പിച്ചു. ഒരു പദസഞ്ചലനം 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് ഒരു വലിയ സംഘം. കാഞ്ഞിരത്തിൻകീഴിൽ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ അത് വന്നത്. അപ്പോൾ മാത്രമല്ല, അന്ന് MK ശശീന്ദ്രൻ മാഷാണ് പിന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ. അദ്ദേഹം രാഷ്ട്രദീപിക പത്രത്തിൽ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. മാമൻ വാസു ഒരു നേർച്ചക്കോഴി എന്നാണ് ഞാൻ ആ വാർത്ത കൊടുത്തയാളാണ് തലക്കെട്ട്. ആ തലക്കെട്ടിൽ മാമൻ വാസു കൊല്ലപ്പെടേണ്ടയാളാണ് എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, അവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ ഇതിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും അതിനെ പ്രതിരോധിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം. ആ പദസഞ്ചലനത്തിൽ പങ്കെടുക്കാനായിട്ട് പൊതുയോഗം നടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ ഒരു ബൈക്കിൽ കൊണ്ടുപോയത് പന്നന്നൂർ ചന്ദ്രനാണ്. ഈ ബസ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഇവരെ പദസഞ്ചലനം നടക്കുമ്പോൾ ഈ കാഞ്ഞിരത്തിൻകീഴിലാണ് സംഗതി. ചൊക്ലി ടൗൺ മുഴുവൻ ഹർത്താലായിരുന്നു. കാരണം മാമവാസു കൊല്ലപ്പെട്ടു, എന്നിട്ട് വീണ്ടും ഒരു പ്രകോപനത്തിലേക്കാണ് പോകുന്നത്. അതിനോട് നാട്ടുകാരുടെ പ്രതികരണം എന്നുള്ള നിലയിൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ താങ്കൾക്ക് നേരെ ഒത്തിരി ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരിക്കൽ ബോംബ് പറഞ്ഞ് 5 തവണ ആക്രമണം. അതിൽ ആദ്യത്തെ ആക്രമണം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരു പ്രകടനം നടത്തി 19 എന്ന് പറയുന്ന RSSകാർക്ക് ഇന്ന് പന്നൂർ ചന്ദ്രൻ സ്മാരകമുള്ള സ്ഥലമാണ്. RSSന് കുറച്ച് സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നമ്മളൊരു പ്രതിഷേധപ്പെടണം. നമ്മുടെ സഹാക്കൾക്ക് നേരെ നടന്നൊരു ആക്രമണത്തിൽ പ്രതിഷേധിച്ചൊരു പ്രകടനം നടത്തുകയാണ്. ആ പ്രകടനം അവിടെ എത്തുമ്പോഴേക്ക് പ്രകടനത്തിന് നേരെ ഞാനാണ് ഏറ്റവും മുമ്പിലുള്ളത്. പ്രകടനത്തിന് നേരെ ദുരിതര ബോംബറുണ്ടായി. അതാണ് ഒരു സംഭവം. പിന്നീട് KC മുക്കിൽ പിന്നെ TK കുഞ്ഞിക്കണ്ണൻ കൊല്ലപ്പെട്ടിട്ട് അവിടെ മൃതദേഹം എടുക്കാനും പിന്നെ പിറ്റേ ദിവസം സംസ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ ഒരു ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞിക്കണ്ണൻ്റെ സംസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വളരെ ഉയരമുള്ള പറമ്പിലാണ്, അതിൻ്റെ അടിയിലൂടെ ആ പറമ്പിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള സംഘങ്ങൾ താഴെയിലൂടെ പോകുന്ന നമ്മളൊക്കെ എപ്പോഴാണ് പരിക്കേറ്റിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചെറിയ പരിക്കുണ്ടായത് അവസാനത്തെ സംഭവമാണ് 2008 വാഹനം ബോംബെറിഞ്ഞ്. അത് വടക്കേപ്പോലൂരെ നമ്മുടെ പാർട്ടി ഓഫീസ്
അവിടുത്തെ ബ്രാഞ്ച് ഓഫീസ് തകർത്തിട്ട് അവിടെ ഒരു പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധ പൊതുയോഗത്തിൽ വടക്കേപ്പോലൂർ പ്രസംഗിച്ച് തിരിച്ച് പാനൂരിലേക്ക് വരുന്ന വഴിയിലാണ് ഈ പറയുന്ന ഭാസ്കരൻ വൈദ്യര പീടിക എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് അവിടെ ഈ സ്കൂളുള്ളതും തിരുവാലി UP സ്കൂളുള്ളത് കൊണ്ട് ബമ്പുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. സ്വാഭാവികമായിട്ടും വാഹനം പെട്ടെന്ന് സ്ലോ ആക്കാതെ ആ വഴിക്ക് കടന്നു വരാൻ പറ്റില്ല. ആ സ്ലോ ചെയ്യുന്ന സമയത്താണ് ബോംബറുണ്ടാവും. ബോംബെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ഇങ്ങനെ തുളഞ്ഞു കയറുന്ന രീതിയിലാണ് വാഹനം മുഴുവൻ തുള വീണു. ആ സമയത്ത് ഞാൻ സൈഡിൽ ഇരിക്കുന്ന നേരം ചീള് തെറിച്ചിട്ട് ഞാൻ നേരെ പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം ഓടിച്ച് കയറ്റാണ്. ഈ പാനൂരിൽ നടന്ന കൊലപാതകങ്ങൾക്ക് നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പം താങ്കൾ പറഞ്ഞു 8 വീട്ടിൽ രാജു മാസ്റ്റർ കുട്ടികളുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടു, ജയകൃഷ്ണനെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്, പിന്നെ സുധീഷിനെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചാണ്, പന്നന്നൂർ ചന്ദ്രൻ ഭാര്യയുടെ മുന്നിൽ വെച്ചാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി കൊലപാതകങ്ങൾ അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ കൊലപാതകങ്ങളൊക്കെ പന്നിയന്നൂരും അതുപോലെ തന്നെ സെൻട്രൽ പൊയിലൂരും ഒക്കെ പോയി ഒത്തിരി. ഈ കൊലപാതകങ്ങൾ കൊണ്ട് പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്? ഇത്രയും മനുഷ്യർ മരിച്ചു. ഒരിക്കലും കൊലപാതകങ്ങൾ കൊണ്ട് നേട്ടമൊന്നും ഉണ്ടാവില്ല. ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല. CPM കൊലപാതകത്തിലൂടെ അല്ല വളർന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തുടർച്ചയായിട്ട് സംഭവങ്ങൾ നടക്കുകയും ആ സംഭവങ്ങളെ തങ്ങളുടെ ഒരു വലിയ നേട്ടമായിട്ട് ആളുകൾ കൊല്ലപ്പെട്ടു, ആ കൊല്ലപ്പെട്ടത് തന്നെ തങ്ങളുടെ ഒരു വലിയൊരു പിന്നെ എന്താ പറയുക മെറിറ്റായി ഈ വധഭീഷണിയുടെ സാഹചര്യത്തിൽ തന്നെ ആ പോലീസ് സംരക്ഷണം ഒഴിവാക്കിയ ഘട്ടത്തിലാണ് എനിക്ക് നേരെ അക്രമം ഉണ്ടായത്. പോലീസ് പാർട്ടി ഇതെല്ലാം കണക്കിലെടുത്തായിരിക്കും ഏരിയ കമ്മിറ്റിക്ക് വണ്ടി അടക്കം തരുന്ന ഒരു സാഹചര്യം സഞ്ചരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള. എപ്പോഴെങ്കിലും ഈ പണി വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ അക്രമവും തോന്നിയിട്ടില്ല. ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഒരു ദിവസം തന്നെ 2 സഖാക്കളുടെ മൃതദേഹം ഏറ്റുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ് കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെ പട്ടാളത്തിൻ്റെ ഫ്ലാഗ് മാർച്ച് ഉണ്ടായിരുന്നു. അങ്ങേയറ്റം ഭീകരമായ അന്തരീക്ഷത്തിലാണ്. പല ദിവസങ്ങളിൽ പാർട്ടി ഓഫീസിൽ തന്നെയാണ് കിടന്നുറങ്ങാറുള്ളത്. വീട്ടിൽ പോകാൻ പറ്റാറില്ല. അങ്ങനെയുള്ള എപ്പോഴെങ്കിലും ഭയം തോന്നിയിട്ടുണ്ടോ? ഭയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഭയം തോന്നിയിട്ടില്ല. സുന്ദരൻ മാഷ് കൊല്ലപ്പെട്ട ഒരു സംഭവം എന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സുന്ദരൻ മാഷ് ചൂണ്ടക്കാമ്പ് പിന്നെ ഗവൺമെൻറ് സ്കൂളിലാണ്. അദ്ദേഹം പാർട്ടിയുടെ അനുഭവമുള്ള ഒരാളെന്ന് മാത്രമാണ്. സർക്കാർ സ്കൂളായതുകൊണ്ട് തന്നെ വേറെ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല. പക്ഷേ RSSകാരുടെ ഒരു പോക്കറ്റിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അദ്ദേഹം രാത്രി ഡയമണ്ട് മുക്കിൻ്റെയും ചെമ്പാടിൻ്റെയും നടുക്ക് സ്കൂള്. പക്ഷേ അയാളുടെ വീട് കൂറ്റേരി. സുന്ദരൻ മാഷ് കൊല്ലപ്പെടുന്ന കൂറ്റേരിയാണ്. അവിടെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ബസ് ഇറങ്ങി നടന്നിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. അവിടെ എത്തുമ്പോൾ ഇവർ വെട്ടിക്കൊന്നു. അപ്പം നമ്മൾ വിവരമൊന്നും അറിയുന്നില്ല. കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ പാനൂർ പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നവരാണ് അവിടെ നിന്ന് ഒരു ഉമ്മ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളിവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസ് ഇതുവരെ വന്നിട്ടില്ല, നിങ്ങളെ ആളാണെന്നാണ് തോന്നുന്നത്. അവർക്കറിയില്ല ആരാണെന്ന്. പക്ഷേ കൊന്നത് RSSകാരെന്ന് അവർക്കറിയാം. നിങ്ങളാളാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. നമ്മളവിടെയുള്ള ആളൊരു ജീപ്പ് സംഘടിപ്പിച്ചിട്ട് ഇരുന്നവർ അവർ പറയുന്നുണ്ട് കൊന്നയാൾ ദൂരെയൊന്നും പോയിട്ടില്ല, ഇവരുടെ പരിസരത്ത് തന്നെ ഉണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊല്ലപ്പെട്ട സ്ഥിതിയിൽ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല. ജീപ്പ് എടുത്തിട്ട് പോയി. അപ്പോൾ ഇത് അന്നേരം ചാറ്റിൽ മഴയുമുണ്ട്. പിന്നെ ഒരു റോഡാണ്. ആ റോഡിൽ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് പായമായി കൊണ്ടുവന്ന് തിരിച്ച് ബോഡി എടുത്ത് പൊക്കി ഇതിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ കഴുത്ത് വേർപെട്ടു. പൂർണ്ണമായിട്ടും വേർപെട്ട നിലയിലാണ് കത്തുന്നത്. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. പക്ഷെ നമ്മൾ ബോഡി പൊന്തിക്കുമ്പോഴേക്ക് കഴുത്ത് അങ്ങോട്ട് പോയി വീണു. പിന്നെ നോക്കുമ്പോഴേക്ക് കൈ കാണുന്നില്ല. ടോർച്ചടിച്ച് കുറേ ദൂരം വരുത്തിയപ്പോൾ കൈ കിട്ടി. ഇങ്ങനെയൊക്കെ ഇത് പെറുക്കി കൊണ്ടുവന്ന് ചാക്കി കെട്ടിയിട്ടാണ് നമ്മൾ പായ കെട്ടിയിട്ടാണ് കുത്തുമ്പ് കൊണ്ടുവന്നത്. താങ്കൾക്കുണ്ടായതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ RSSൻ്റെയും BJP പ്രവർത്തകർക്കും ഉണ്ടായിട്ടുണ്ട്. അവരും ഇതുപോലെ തന്നെ മൃതദേഹങ്ങൾ പെറുക്കിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ രാഷ്ട്രീയത്തിൽ ഇതുകൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊന്നും നേടാൻ പറ്റില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നിർബന്ധിതമായ സാഹചര്യത്തിൽ ചെറുത്തുനിൽപ്പുകൾ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചു. ഈ പാനൂരിൽ ഒത്തിരി സഹകരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് രംഗത്തൊക്കെ വന്നത്? ഞാൻ ആദ്യമായിട്ട് സഹകരണ മേഖലയിലേക്ക് വരുന്നത് ചൊക്ലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് വന്നുകൊണ്ടാണ്. അന്ന് ചൊക്ലി സർവീസ് സഹകരണ ബാങ്ക് 3 പഞ്ചായത്തുകൾ, ചൊക്ലി, അതുപോലെ തന്നെ പെരിങ്ങളം, കരിയാട് എന്നീ 3 ഗ്രാമപഞ്ചായത്തുകളും ന്യൂമാഹി പഞ്ചായത്തിൻ്റെ 3 വാർഡുകളും ചേർന്നിട്ടുള്ള ഒരു വിശാലമായ പ്രവർത്തന പരിധിയുള്ള ഒരു ബാങ്കായിരുന്നു.
ആ ബാങ്കിലേക്കാണ് ഞാൻ ഡയറക്ടറായിട്ട് ആദ്യം വരുന്നത്. അതിന് മുമ്പ് എനിക്ക് സഹകരണ മേഖലയെ സംബന്ധിച്ച് കാര്യമായിട്ട് ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഡയറക്ടറായി വന്നതിന് ശേഷമാണ് കുറേ കാര്യങ്ങൾ സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ അവസരം ഉണ്ടായത്. പിന്നീട് ഞാൻ ഏരിയ സെക്രട്ടറി ആയതിനു ശേഷം ഈ ചൊക്ലി ബാങ്ക് പിന്നെ അതിൻ്റെ പ്രവർത്തന പരിധി ചുരുക്കിയാൽ ഓരോ പഞ്ചായത്തിനും ഓരോ ബാങ്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന നിലയിൽ ചിന്തിക്കുകയും അങ്ങനെ ചൊക്ലി ബാങ്കിൻ്റെ ജനറൽ ബോഡിയിൽ വെച്ചിട്ട് അതിൻ്റെ ബൈലോ ഭേദഗതി വരുത്തി ഈ പെരിങ്ങളം പഞ്ചായത്തിനെയും കരിയാട് പഞ്ചായത്തിനെയും പെരിങ്ങാടിനെയെല്ലാം വേർപെടുത്തി ചൊക്ലി സർവീസ് ബാങ്ക് ചൊക്ലി മാത്രമാക്കി മാറ്റുകയും പെരിങ്ങളത്തും കരിയാടും അതേസമയം തന്നെ പുതിയ സർവീസ് സഹകരണ ബാങ്കുകൾ രൂപപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അതാണ് തുടക്കം. അവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് പാനൂരിൽ ഞാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് പാനൂരിലെ വ്യാപാരികളെ, പാനൂർ ഏരിയയിലെ മൊത്തം വ്യാപാരികളെ ഉദ്ദേശിച്ചുകൊണ്ട് വ്യാപാരികളുടെ ഒരു ബാങ്ക് എന്നുള്ള നിലയിലാണ് മർക്കൻറ്റൈൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. പാനൂർ ആസ്ഥാനമായിട്ട് അതിൻ്റെ ചീഫ് പ്രൊമോട്ടറായിട്ട് ഞാൻ തന്നെ ചുമതല ഏറ്റെടുത്തു. വ്യാപാരി വ്യവസായി സമിതിയുടെ സംഘടനാ സഹായത്തോടു കൂടി കുറേ ആളുകളെ ചേർത്തു. അത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് വളരെ വേഗം തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പാനൂർ മർക്കൻറ്റൈൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നീട് ഞാൻ കൺസ്ട്രക്ഷൻ യൂണിയൻ, ട്രേഡ് യൂണിയൻ രംഗത്ത് കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന ഉത്തരവാദിത്തം ചുമതലയുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ്റെ. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ആശയമാണ് ഈ തൊഴിലാളികളെ വെച്ചുകൊണ്ട് നമുക്കൊരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും അതുപോലെ തന്നെ അവരുടെ വെൽഫെയർ സംബന്ധിച്ച് ഒരു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സൊസൈറ്റി ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ തന്നെ ചീഫ് പ്രൊമോട്ടറായിട്ടുള്ള മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ആൻഡ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നുള്ള പേരിൽ ഒരു സൊസൈറ്റി കൂടി അതിപ്പോൾ പാനൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഒരു പ്രിൻറ്റിംഗ് പ്രസ് പാനൂരിൽ കോപ്പറേറ്റീവ് പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിക്കുന്നതിന് വേണ്ടി അതിനും മുൻകൈ എടുക്കുകയുണ്ടായി. ഇതിൻ്റെ ശേഷമാണ് ഞാൻ ജില്ലാ സഹകരണ ബാങ്ക്, ഞാൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് തന്നെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നുകൊണ്ട്. ഈ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു? 3 വർഷം. എന്താണ് ആ കാലഘട്ടത്തിൽ താങ്കൾ തുടങ്ങി വെച്ച ബൃഹത്തായ എന്തെങ്കിലും പദ്ധതികൾ പറയാൻ പറ്റുമോ? ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റി. നേരത്തെ 3-4 സെക്ഷൻ എന്ന രീതിയിലുള്ള സംഗതികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ പുതുതായിട്ട് HR സെക്ഷൻ കൊണ്ടുവന്നു, HR ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നു. അതുപോലെ തൊഴിലാളികളുടെ വെൽഫെയർ കണക്കിൽ അപ്പോൾ തൊഴിലാളികളെയാണ് താങ്കൾ ചിന്തിച്ചത്. അന്ന് HR ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. അതുവരെ അവിടെ നിന്നല്ല ഒരു ജില്ലാ ബാങ്കിൽ ആദ്യമായിട്ട് HR കൊണ്ടുവന്നത് താങ്കളാണോ കണ്ണൂർ ജില്ലാ ബാങ്കിൽ കേരളത്തിൽ? യെസ്, HR ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വ്യക്തികളുടെ ലോണിന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്, സാറിന് സംഘങ്ങളുടെ ഇതിന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഓരോ കാറ്റഗറി ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റി അതിനെ ഓരോ സീനിയർ മാനേജർമാരെ ചുമതലപ്പെടുത്തി. അങ്ങനെ അതിനെ ആ ഒരു ബാങ്കിൻ്റെ ഒരു പ്രവർത്തനത്തെ സ്മൂത്തായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. അതിന് പുറമെ ജില്ലാ ബാങ്കിൻ്റെ നിലവിലുണ്ടായിരുന്ന ലോഗോ, ആ ലോഗോ ഒരു പ്രാകൃതമായ സംഗതിയിലായിരുന്നു. കുറേ വർഷമായിട്ടുള്ളതാണ്, ഒരിക്കലും തൊടാൻ പറ്റില്ല എന്നായിരുന്നു ആളുകളുടെ ധാരണ. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഈ പുതിയ കാലഘട്ടത്തിന് ചേരുന്ന ലോഗോയിലേക്ക് പുതിയ ലോഗോ കൊണ്ടുപോകും. അപ്പോൾ ജില്ലാ ബാങ്കിൻ്റെ പുതിയ ലോഗോ താങ്കളുടെ സംഭാവനയാണ്. പിന്നെ ലോഗോ മാത്രമല്ല, ഒരു പച്ച ബോർഡ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ആ പറയുന്ന ആ ലോഗോയും സെയിം ബോർഡ്. ആദ്യത്തെ അക്കൗണ്ട് കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ സാധാരണ ശാഖയിലാണ് 87. കളർ കോഡ്, മൊത്തം ബാങ്കിന് ഒരു കളർ കോഡ് കൊണ്ടുവന്നു, ഈ ലോഗോ കൊണ്ടുവന്നു. അതിന് പുറമെ പിന്നെ കോർ ബാങ്കിങ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ പഠനങ്ങൾ തന്നെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. യാത്ര നടത്തിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത് നടപ്പാക്കിയിട്ടുള്ള ബാങ്കുകളിൽ. അങ്ങനെ ഒത്തിരി പ്രവർത്തനം ജില്ലാ ബാങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ ചെയ്യണം. അത് കഴിഞ്ഞ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടല്ല, അതിൻ്റെ സമിതി തന്നെയാണ്. ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക് ഡയറക്ടർ ബോർഡിലേക്ക് വരുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് വരുമ്പോൾ ആദ്യം കടകംപള്ളി സുരേന്ദ്രനാണ് അവിടെ പ്രസിഡൻ്റായിട്ട്. ആ സമയത്താണ് ഞാൻ ബോർഡിൽ വരുന്നത്. അദ്ദേഹം വളരെ പെട്ടെന്ന് അവിടുന്ന് മാറി ജില്ലാ സെക്രട്ടറിയായി തിരുവനന്തപുരം, ഇവിടുന്ന് മാറി. പിന്നീട് ആ സ്ഥാനത്ത് കോലിക്കോടൻ കൃഷ്ണൻ നായർ പ്രസിഡൻ്റായി. അതിനുശേഷം മെഹബൂബ്, ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബ് അവിടെ പ്രസിഡൻ്റായി. ആ സമയത്തൊക്കെ ഞാൻ ഈ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവിലും ഡയറക്ടർ ബോർഡിൽ ഇടയ്ക്കിടെ യോഗം ചേരുന്നത്, ആഴ്ചതോറും യോഗം ചേരുന്നത് എക്സിക്യൂട്ടീവാണ്. അവരാണ് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക. ആ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ള നിലയിലും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏത് മേഖലയിലേക്കാണ് വന്നത്? ഇതേ സമയത്ത് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. പിന്നെ
പിന്നെ കുറച്ച് കാലത്തിന് ശേഷമാണ് പന്നൂർ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നത് കുറച്ച് പിന്നെ ഈ ഇടവേളയുണ്ട്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പിടികിട്ടാത്തൊരു ബോർഡാണത്. അപ്പം നിങ്ങൾ പറയുമ്പോൾ തന്നെ ഇത് എന്താണ് നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്, ആർക്കാണ് ഗ്യാരണ്ടി, ആരുടെ ഡെപ്പോസിറ്റാണ് കൊടുക്കുന്നത്, അതേക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? സഹകരണ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളൂ. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകന്മാരുടെ നിക്ഷേപത്തിന് ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ബോർഡ് രൂപീകരിക്കുന്നത്. അതിൻ്റെ അത് ഡെപ്പോസിറ്റിന് ആനുപാതികമായിട്ട് സംഘങ്ങൾ പണം അടക്കണം ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ബോർഡിലേക്ക്. അപ്പോൾ ആ തുകയാണ് അതിൻ്റെ കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ബോർഡിൻ്റെ കോർപ്പസ് ഫണ്ട് ഈ ഡെപ്പോസിറ്റ് ഓരോ സംഘത്തിലുള്ള ഡെപ്പോസിറ്റിന് ആനുപാതികമായി നിശ്ചയിക്കപ്പെട്ട തുക വർഷാവർഷം അടക്കണം. അതൊരു ഫണ്ടായിട്ട് സ്വരൂപിക്കും. അപ്പോൾ ഏതെങ്കിലും സംഘം പ്രതിസന്ധിയിൽപ്പെട്ട് നിക്ഷേപകർക്ക് നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഫണ്ടിൽ നിന്ന് ആ സംഘത്തെ സഹായിക്കും. അതിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു താങ്കൾ. അതെ. അതിനകത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ വൈസ് ചെയർമാൻ പദവിയിലിരിക്കുമ്പോൾ? ഞാൻ യഥാർത്ഥത്തിൽ 2 വർഷം മാത്രമേ അതിൻ്റെ ഭാരവാഹിസ്ഥാനത്ത് നിന്നിട്ടുള്ളൂ. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതിൻ്റെ വൈസ് ചെയർമാനായിട്ട് ആദ്യം നിശ്ചയിച്ചത് പത്മകുമാറാണ്, പത്മകുമാർ. അദ്ദേഹം പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി മാറിയതിന് ശേഷം ആണ് ഞാൻ ആ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സർക്കാരിൻ്റെ 2 വർഷത്തെ അവസാനത്തെ 2 വർഷത്തെ കാലാവധിയിൽ മാത്രമേ നിന്നിട്ടു. പിന്നെ എനിക്ക് 5 വർഷത്തേക്കാണ് നിയമനം. പക്ഷേ പിന്നീട് പിണറായി സർക്കാർ തന്നെയാണ് രണ്ടാമത് വന്നതെങ്കിൽ പോലും ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് സർക്കാരിൻ്റെ മാറ്റമാണ്. ഇപ്പോൾ പുതിയ സർക്കാർ നോമിനേറ്റ് ചെയ്യേണ്ട ആളാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ രാജിവെച്ചു. ഇപ്പം ഈ ബാങ്കിൻ്റെ ടൗൺ സർവീസ് സഹകരണ ബാങ്കാണോ ഇത്? ശരിക്കും ഇതിൻ്റെ പേര് ഇടയ്ക്ക് മാറ്റിയിട്ട് റൂറൽ ബാങ്ക് എന്നല്ലേ ഉണ്ടായിരുന്നത് മുമ്പ്? നേരത്തെ ടൗൺ ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് മാറിയിട്ട് തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ആയിട്ടാണ് ഇപ്പോൾ. ഇത് എത്ര ഡെപ്പോസിറ്റും എത്ര ആസ്തിയുള്ള സ്ഥാപനമാണ് ശരിക്കും? ഇപ്പോൾ 360 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. എത്ര ബ്രാഞ്ച് ഉണ്ട് നിങ്ങൾക്ക്? 11 ബ്രാഞ്ച്. എന്തൊക്കെയാണ് വേറെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ? 11 ബ്രാഞ്ചുകളിൽ സാധാരണ നടക്കുന്ന ബാങ്കിങ് പ്രവർത്തനത്തിന് പുറമെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഈ ഓഡിറ്റോറിയം തന്നെയാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓഡിറ്റോറിയം കോംപ്ലക്സ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എത്ര ഓഡിറ്റോറിയം ഉണ്ട് ഇതിനകത്ത്? ഒരേ സമയം തന്നെ ഈ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയം, അതിൻ്റെ ഡൈനിങ് ഹാൾ, ഇതിൻ്റെ കിച്ചണ്, അതിന് പുറമെ ഒരു ഇ നാരായണൻ മെമ്മോറിയൽ ബാങ്കറ്റ് ഹാള്, അതിലും 100-800 ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റാവുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അതിനും സെപ്പറേറ്റ് കിച്ചണുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മിറാക്കിൾ വെന്യൂ എന്ന പേരിൽ ഒരു 100 പേരുടെ ചെറിയ പരിപാടികൾ നടത്താൻ പറ്റാവുന്ന ഒരു ഹാളുണ്ട്. അങ്ങനെ 3 പരിപാടികൾ ഒരേ സമയം നടത്താൻ പറ്റാവുന്ന ഒരു വലിയ സംവിധാനമായിട്ട് ഇത് മാറി. മാത്രമല്ല വളരെ എന്താ പറയേണ്ടത്, ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നത് പോലെയുള്ള ഒരു ഭംഗിയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ശുചിത്വത്തോടു കൂടി കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധാരണ സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ആക്ഷേപം എന്ന് പറയുന്നത് ഒരിക്കലും വൃത്തിയും വെടിപ്പും ഉണ്ടാവില്ല, ശ്രദ്ധിക്കാൻ ആളുണ്ടാവില്ല എന്നാണ്. അങ്ങനെ ഒരു പരാതിയും ആർക്കും പറയാൻ ഇടവരുത്താത്ത ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റ്, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ, സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്ന താങ്കൾ ഇത്രയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ ജീവിതത്തിൽ നിരന്തര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന താങ്കൾ ഇപ്പോൾ ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ സഹകരണ ബാങ്കാണ്. സഹകരണ ബാങ്കുകൾ കണ്ണൂർ ജില്ലയിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതിനേക്കാൾ വലിയ സഹകരണ ബാങ്കുകൾ കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രസിഡന്റ്ഷിപ്പിലേക്ക് ഒതുങ്ങിപ്പോയോ എന്നൊരു ചോദ്യം ഇത് കേൾക്കുന്നവർ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഇതിപ്പോൾ കേട്ടവർ താങ്കളുടെ സമരം പകുതിയെ പറഞ്ഞിട്ടുള്ളൂ. താങ്കൾ അനുഭവിച്ച തീവ്രമായ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടെൻഷനാവും. കാരണം ഞാനെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സംഭവങ്ങൾ. അപ്പം ഒതുങ്ങിപ്പോയോ, ഒതുക്കി കളഞ്ഞോ എന്നൊക്കെ നാട്ടുകാർക്ക് തോന്നിയാൽ എന്ത് മറുപടി പറയും? അത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പദവികളാണ് എന്ന് ധരിക്കുന്നവർ സാധാരണത്തിൽ ചിന്തിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് പലരും പറയാറുണ്ട്. ഞാൻ ഏരിയ സെക്രട്ടറി ആയ കാരണം അത്രയും വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള ഒരാളല്ലേ നിങ്ങൾ ഇങ്ങനെ ആയാൽ മതിയോ, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയാകുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അത് എന്നെ പ്രകോപിപ്പിക്കാനാണ്. വാസ്തവത്തിൽ ഞാൻ ധരിക്കുന്നത് നേരെ തിരിച്ചാണ്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അങ്ങേയറ്റത്തെ ഒരു എന്താ പറയേണ്ടത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് പാർട്ടി ഈ പ്രായത്തിനിടയിൽ തന്നെ ഒരുപാട് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന പദവികളൊന്നും ചെറിയ പദവികളല്ല. ഞാൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് അതിൽ ജില്ലാ ബാങ്ക് പ്രസിഡൻ്റായിരുന്നവരെല്ലാം ഉന്നതന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ആ സ്ഥാനത്തേക്കാണ് താരതമ്യേന ജൂനിയറായിട്ടുള്ള ഞാൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്.
അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക്, ഈ പറയുന്ന ഗ്യാരണ്ടി ഫണ്ട് ബോർഡിലേക്ക്, ഇതൊക്കെ പ്രധാനികൾ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ. പാർലമെന്റ് രംഗത്തേക്ക് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒന്നും വന്നിട്ടില്ല. ഇല്ല. അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, വരാൻ പറ്റില്ല. കാരണം ഇടതുപക്ഷം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ബ്രാഞ്ച് നേരെ മേലെ നിന്ന് നേതാവായ ആളല്ല. ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ദീർഘകാലത്തെ അനുഭവമുണ്ട്. അപ്പോൾ ആ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക് സാധാരണത്തിൽ മത്സരിക്കാൻ പറ്റില്ല. മത്സരിക്കുന്നുണ്ടെങ്കിൽ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിയണം. ഈ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യന് ഒരു MLA-യും ഒരു മന്ത്രിയൊക്കെ ആകാനുള്ള ഒരു പശ്ചാത്തലം ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അത്രയും തീവ്രമായ അനുഭവങ്ങൾ. കേരളത്തിൽ 140 മണ്ഡലങ്ങളേ ഉള്ളൂ. അതിൽ CPM മത്സരിക്കുന്നത് 70-71 മണ്ഡലങ്ങളാണ്. അത് തന്നെ കുറേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കഴിഞ്ഞാൽ പിന്നെ CPM-ന് മത്സരിക്കാൻ കിട്ടുന്ന സീറ്റ് 10-60ആണ്. സംസ്ഥാനത്താണെങ്കിൽ ലക്ഷക്കണക്കിന് കേഡർമാരാണ്. ഞാനൊരു വ്യക്തി മാത്രമൊന്നുമല്ല, ഞാനതിലൊരു വളരെ ഒരു സംതൃപ്തനാണോ? ഞാൻ സംതൃപ്തനാണ്. യാതൊരു അസംതൃപ്തി. ഇപ്പൊ താങ്കൾ മക്കളെ സഹോദരങ്ങളൊക്കെ കുറിഞ്ഞു ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ആരാണ് ജീവിത പങ്കാളി? തലശ്ശേരി പാറാൽ സ്വദേശിയായിട്ടുള്ള ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. അതെങ്ങനെ കോൺഗ്രസ് കുടുംബത്തിൽ പ്രണയമായിരുന്നു? ജീവിത പങ്കാളി പ്രണയമായിരുന്നോ? കോൺഗ്രസ് കുടുംബത്തിൽ ചെന്ന് പെട്ടു എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ധാരണയാക്കുക. കാരണം അതിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശം ഉണ്ടായിരുന്നു. എങ്ങനെയാണത്? മിനിമം വ്യത്യസ്ത ജാതിയെങ്കിലും ആയിരിക്കണം, മിശ്ര വിവാഹം ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതാണ് എൻ്റെ ആദർശ വിവാഹം കൊണ്ട് എൻ്റെ ഒരു സങ്കല്പം. ഞാൻ വീട്ടിൽ കല്യാണത്തെ പറ്റി വീട്ടുകാരൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ജാതി മാറിയിട്ട് കഴിക്കൂ എന്ന് സമ്മതം ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം അവർ സമ്മതിച്ചു. അങ്ങനെ ഞാൻ കണ്ടെത്തിയതാണ് ഈ കക്ഷിനെ. നിങ്ങൾ കണ്ടെത്തിയതാണ്? കുടുംബം കണ്ടെത്തിയതല്ല? അതെങ്ങനെ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടായി? അതിന് ആ കാലത്ത് ഒരു സൂത്രമുണ്ട്. എന്താണത്? അതെന്താന്ന് പറഞ്ഞാൽ തൂലികാ സൗഹൃദം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്. ആ സമയത്ത് സുഹൃത്തുക്കളെ കണ്ടെത്താൻ. അതിൽ പിന്നെ വരിക്കാരനായി ചേർന്നാൽ അതിൽ വരിക്കാരുടെ അഡ്രസ്സ് മുഴുവൻ അച്ചടിച്ചു വരും. ഓരോ തവണ ചേരുന്ന വരിക്കാരുടെ അഡ്രസ്സ് അതിൽ അച്ചടിച്ചു വരും. അതിൽ നമുക്ക് പറ്റാവുന്ന ആളുകളോട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കലാണ്. അങ്ങനെ കത്തയച്ചത് നമ്മുടെ അടുത്തുള്ള ഒരു യഥാർത്ഥത്തിൽ ഞാൻ ഈ കക്ഷി പിന്നെ പേര് കൊണ്ട് സ്ത്രീയാണെന്ന് പോലും ആദ്യം ധരിച്ചിട്ടില്ല. എന്താണ് പേര്? ഷാജാദാസ് എന്നാണ് പേര്. ഷാജാദാസ്. അപ്പോൾ ആ അഡ്രസ്സിലേക്ക് കത്തയച്ചു. ആ കത്ത് പിന്നെ അങ്ങനെ വന്ന് അങ്ങനെ തൂലിക സൗഹൃദത്തിലുള്ള ഷാജാദാസിന്റെ ജീവിത പങ്കാളിയായി കണ്ടെത്തി. ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. എന്തിലാണ്? കടവത്തൂർ സർവീസ് ബാങ്കിൽ മാനേജറാണ്. മക്കള് മൂത്തയാള് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കോൺട്രാക്ട് ബേസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ NRG-യുടെ. ഇളയ മകൻ സ്കൂൾ ടീച്ചറാണ്, ഒരു UP സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടുപേരാണോ? മാരീഡാണോ രണ്ടുപേരും? മൂത്തയാളുടെ മാരീഡാണ്. പേരക്കുട്ടികളുണ്ടോ? ഇല്ല. മാരീഡാണ്. പക്ഷെ ഒരു വർഷമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഹാപ്പിയാണ്. യെസ്. അപ്പോൾ പ്രേക്ഷകരെ, നമ്മൾ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടെങ്കിലും ആദ്യമൊക്കെ കേട്ട കാര്യങ്ങൾ അത്ര സുഖമുള്ളതല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കളെ പുതിയ തലമുറയിൽ വളർന്നു എന്ന ഇദ്ദേഹം പറഞ്ഞതിലേക്ക് ചില വിരുദ്ധ അഭിപ്രായങ്ങൾ എനിക്കുണ്ട്. ഒന്ന്, ഇത്രയും ത്യാഗം ചെയ്തിട്ടും വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയോന്ന് പൊതുസമൂഹം കേൾക്കും അത്ര പോരാം എന്നൊരു തോന്നൽ ഇത് അവതരിപ്പിക്കുന്ന എനിക്ക് വരെ തോന്നുന്നുണ്ട്. കാരണം പെട്ടെന്ന് കാര്യം വന്ന ഒത്തിരി ആളുകൾ ഉന്നതങ്ങളിൽ എത്തുന്നത് കണ്ട ഒരാളാണ് നമ്മൾ. ഇതിൽ വേറൊരു പ്രത്യേകത, ഇവരൊക്കെ നടന്ന വഴികൾ പുതിയ തലമുറ ഒന്ന് കേൾക്കേണ്ടതാണ്, അറിയേണ്ടത്. ഇങ്ങനെ ഒത്തിരി മനുഷ്യർ ഇങ്ങനെ വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ തലമുറയിൽ നേതാക്കളായി വളരുന്നവരൊക്കെ സെൽഫിയുടെയും പല നവമാധ്യമങ്ങളുടെ അതിൻ്റെ ചില മാസ്മരിക പ്രകടനത്തിലൂടെ വലിയ തലങ്ങളിലേക്ക് ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ വന്ന വഴികൾ കഠോരമാണ്. കാരണം 14 വയസ്സിലൊക്കെ കണ്ട കാഴ്ചകളൊക്കെ പറയുമ്പോൾ തളർന്നു പോവുകയാണ് ശരിക്കും. ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇനി ഇങ്ങനെ ഒരു കാലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പി ഹരീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അതൊരു പാഠമാകണം, നമുക്കൊരു പാഠപുസ്തകമാണ്, അറിയണം ഇത്തരം നേതാക്കളെ എന്ന് മാത്രമാണ് സക്സസ് സ്റ്റോറിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. പി ഹരീന്ദ്രനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.